എന്താ കാണിക്കുന്നത്? തല്ലല്ലേ? എന്താ പ്രശ്നം? അവനെന്റെ ഭാര്യയെ കയറി പിടിച്ചു. നിങ്ങളൊന്ന് അടങ്ങുന്ന്, പരിഹാരം ഉണ്ടാക്കാം നമുക്ക്. ആ വീട് ചെറിയൊരു പയ്യനല്ലേ, ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പോലീസും കേസൊക്കെ ആയാലും നിങ്ങളും തൂങ്ങൂലേ? അവന് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ? വീടങ്ങോട്ട്. സോറി സാർ, ഒരു അബദ്ധം പറ്റിയതാ. സാരില്ലടാ, ഈ സെക്സേ ചെയ്യുന്നത് വരെയുള്ള ആകാംക്ഷയുള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് വലിയ സംഭവം ഒന്നല്ല. നീ ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ, ഇതുപോലുള്ള ചെറിയ ടച്ചിങ്സും പിടുത്തവും മാത്രമേ ഉള്ളൂ. പക്ഷേ അടി കിട്ടുന്നത് ആദ്യമായിട്ടാണ് സാർ. ആ ഇടയ്ക്കൊക്കെ 2 കിട്ടുന്നത് നല്ലതാ. നിന്നെ ഞാൻ സഹായിക്കാം. ഇതിലാരെയാണ് നിനക്ക് വേണ്ടത്? നോക്ക്. കഷ്ടകാലത്തിന് ഡിഗ്രി പഠിച്ച് പാസ്സായ ഒരാളാണ് സാർ. കയ്യിൽ പൈസ ഇല്ല, ജോലിയും ഇല്ല. പണം നിനക്ക് അങ്ങോട്ട് തന്നാലോ? പോയി ചെയ്തു കൊടുക്കാൻ പറ്റുമോ? പണം കൊടുത്തേ പെണ്ണിനെ ഭോഗിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ഇതിപ്പോ പുതിയ ഗെയിമാ. നിന്നെപ്പോലെ ചോരത്തിളപ്പുള്ള പിള്ളേരാണ് ആവശ്യം. ദിവസം 5000 രൂപ മുതൽ 10000 രൂപ വരെ നിനക്ക് കിട്ടും. അതിലേ 25% കമ്മീഷൻ എനിക്ക് തരണം. താല്പര്യമുണ്ടോ നിനക്ക്? പൈസ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യം നടക്കുമോ? സാറ് പറയണ ഉള്ളതാണോ? നാളെ രാവിലെ 10 മണിക്ക് നീ എന്നെ വിളിക്കും. എവിടെ വരണമെന്ന് ഞാൻ പറയാം. പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ, വെൽ ഡ്രസ്ഡ്. ഈ ജോലിക്ക് അത് മസ്റ്റ്. ആഹാ നമസ്കാരം. എന്താ വരാൻ വൈകി? പണി സ്ഥലത്ത് ഇറങ്ങാൻ നേരം വൈകി. മോനൊക്കെ അവിടെ? ഓ ഇരിക്കും. 10-25 വയസ്സിനുള്ളില് ചെക്കൻ നല്ലൊരു വീടുണ്ടാക്കിയില്ലേ? ഖദീജന്റെയും സെയ്താലിന്റെ ഭാഗ്യം. അല്ല, ശരിക്കും ഇവൻ എന്താ പണി? എന്തോ കമ്പ്യൂട്ടർ മെക്കാനിക്കാ. നല്ല കഴിവുള്ള ചെക്കനാ. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു വീടുണ്ടാക്കൂലോ. ശരി. എന്ത് പ്രശ്നം? വണ്ടി എടുത്താൽ അടവടയ്ക്കണം എന്ന് എനിക്ക് അറിയാവുന്നതല്ലേ. ഞങ്ങളെങ്ങനെ കളിപ്പിക്കണം? ഞങ്ങൾ വന്നതാണ് ഇപ്പം പ്രശ്നം.